തൊട്ട് ഉച്ചവരെ ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജോലി എടുക്കാതെ എന്നെ കെട്ടിപ്പിടിച്ച് അവിടെ കടലിൽ കിടക്കും. ഞാൻ പറയും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറയാം. എന്റെ സുഹൃത്ത് വണ്ണം വെച്ചിട്ട് സുഹൃത്തിനെ ഞാൻ അവനെ തടിയാന്ന് വിളിക്കുന്നു, അവൻ എന്നെ എലുമ്പാന്ന് വിളിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിലും ആ വിളികൾക്ക് ഒരു കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ കേൾക്കുന്നവൻ എന്താണ് പ്രശ്നം? അങ്ങനെ നമ്മുടെ വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞു വൈകുന്നതാണ്. അപ്പൊ ഈ വാലന്റൈൻസ് ഡേയുടെ ഭാഗമായിട്ട് അഖിൽമാരാറിന്റെ വൈഫിനെയും കൂടെ ഒരു ഇന്റർവ്യൂവിനകത്തേക്ക് വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ആ ഇന്റർവ്യൂവിനകത്ത് അഖിൽമാരാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അത് കേൾക്കുമ്പോഴത്തേക്കും ഒറ്റ നോട്ടത്തിനകത്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഞാനകത്ത് കണ്ട്. അപ്പൊ അത് മാത്രമല്ല പറയണതിൽ കുറെയൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ, അതായത് ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു. വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, വിളിച്ചാൽ മാറിപ്പോയി. അഭിനയിക്കാൻ ഇങ്ങനെ അധികം അറിഞ്ഞൂടാത്തോണ്ടേ അഭിനയിക്കാൻ അറിയാവുന്നവർക്ക് പറ്റിയാണ് വാലന്റൈൻസ് ഡേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? കൊഞ്ചല്, ഭയങ്കര ഈ പ്രണയം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് ക്ലീശ തന്നെയാണ്. എനിക്കാണെങ്കിൽ ആ ക്ലീശ കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മള് സീരിയസ് പ്രണയത്തിന്റെ ആളാണ്. എനിക്കും അഖിൽമാരാർ പറഞ്ഞ ആ ഒരു സംഭവത്തിനോട് തന്നെയായിട്ട് എനിക്ക് താല്പര്യം. അതായത് നമ്മൾ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സീരിയസ് ആയിട്ട് പ്രേമിക്കുക, അല്ലാണ്ട് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇപ്പൊ ഭൂരിഭാഗവും അങ്ങനത്തെ ഒരു പരിപാടിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ട് ആരെങ്കിലും കാട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണത്തിനെ ഇപ്പൊ റെഡിയാക്കുന്ന പോലെയുള്ള പല സംഭവങ്ങളും ഞാൻ തന്നെ എൻ്റെ ഇപ്പോൾ കൂട്ടുകാരൻ്റെ ഭാഗത്തു നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അതേപോലുള്ള സംഭവങ്ങളോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. കാര്യം നമ്മൾ നോക്കണമെങ്കിൽ അത് സീരിയസ് ആയിട്ട് തന്നെ നോക്കാം, അല്ലാണ്ട് വെറുതെ ടൈം പാസിന് വേണ്ടി എന്തിന് എൻ്റെ കയ്യിൽ കളയാനായിട്ട് അങ്ങനെ ടൈമില്ല. അതുകൊണ്ട് തന്നെ ഈ അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു സംഭവത്തിനാണ് ഞാൻ യോജിക്കേണ്ടത്. ഇപ്പോഴത്തെ പല പ്രേമങ്ങൾ ശരിക്കും ഈ പ്രേമം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അതൊരു ക്രിഞ്ച് പരിപാടി തന്നെയാണ്. പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. പക്ഷേ ഈ ടൈം പാസ് എന്നുള്ള സെറ്റപ്പിനോട് എനിക്കും തീരെ യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് ബാക്കിയുണ്ടോ? കല്യാണം കഴിഞ്ഞത് വേണ്ട 10 വർഷമാകും. ഇപ്പോഴും രാവിലെ തൊട്ട് ഉച്ചവരെ ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ജോലി എടുക്കാതെ എന്നെ കെട്ടിപ്പിടിച്ച് അവിടെ കടലിൽ കിടക്കും. ഞാൻ പറയും ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറയാം. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നത്. ശരിക്കും അഖിൽമാരാർ ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്ക് നോക്കണമെങ്കിൽ എനിക്കൊരു കണക്കിന് വിയോജിപ്പാണുള്ളത്. പുള്ളിക്കാരൻ ആ പറഞ്ഞ, അതായത് ഇപ്പൊ ഭാര്യമാരെന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്ന് പറഞ്ഞാൽ സ്ഥിരം പണിയെടുക്കേണ്ട ആൾക്കാരാണ് എന്നൊക്കെ ഉള്ള നമ്മുടെ സോഷ്യലി ഉള്ള ആ ഒരു സ്റ്റിഗ്മ ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരാണ്. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പറയും, അതായത് നീ അത് ചെയ്യ് ഇത് ചെയ്യ്, അല്ലെങ്കിൽ അവരിങ്ങനെ ആ ചായ കുടിച്ചിട്ട് സമയമാകുമ്പോഴത്തേക്കും ചായ എന്ന് പറയുമ്പോഴത്തേക്കും ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും കൊണ്ടു തന്നെ അങ്ങനത്തേക്ക് ഒരു സെറ്റപ്പാണ് നമ്മുടെ ഇവിടെ മൊത്തത്തിലുള്ള ആ ഒരു പാട്രിയാർക്കിയുടെ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റിഗ്മ, അതാണ് ഇരിക്കുന്നത്. അതിനേക്ക് ഈ ഇടയായിട്ട് ഇപ്പൊ ഈ അടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാര്യം എല്ലാവരും ഒരു ഈക്വൽ ആണെന്നുള്ള രീതിക്കാണ് ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഇത്രയും റിഗ്രസീവ് ആയിട്ടുള്ള ഒരു തോട്ട് തന്നെയാണ് അഖിൽമാരാർ ഇവിടെ ഷെയർ ചെയ്യണത്. പക്ഷേ അഖിൽമാരാറിന്റെ വൈഫിനോ അതൊരു വിഷയമല്ലെങ്കിൽ നമുക്കത് ഇവിടെ വലിയൊരു വിഷയമായിട്ട് പറയാൻ പറ്റില്ല. കാര്യം അവർക്ക് അതിനകത്ത് വിഷയമില്ലെങ്കിൽ നമുക്കത് വിഷയമാക്കാൻ പറ്റൂല എന്ന് നമുക്ക് ഒരു സൈഡിനകത്ത് ചിന്തിക്കാം. അതേസമയം തന്നെ നമുക്ക് വേറെ രീതിക്കും ചിന്തിക്കാം. ഇതിനെനിക്ക് രണ്ട് സൈഡ് പറയാൻ പറ്റൂട്ടോ. അത് രണ്ട് സൈഡ് അതിലുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ വേറൊരു സൈഡിനകത്ത് നമ്മൾ ചിന്തിക്കണയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഇവരൊരു മെസ്സേജ് ഇങ്ങനെ കൊടുക്കുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു സൈഡിനകത്ത് ചിന്തിക്കണമെങ്കിൽ, അതായത് ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഭാര്യനോട് പറയും നീ പോയി പണിയെടുക്കുക, എൻ്റെ കൂടെ ഇങ്ങനെ കടന്ന് വെറുതെ സമയം കളയല്ലേ, നീ പോയി വല്ല പണി ആ സമയത്ത് ചെയ്യുക എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ വെറുതെ ഭർത്താക്കന്മാർ ഞങ്ങളിവിടെ വെറുതെ കുത്തിയിരിക്കും. അങ്ങനത്തെ ഒരു രീതിക്കും നമുക്ക് ഇതിനെ ചിന്തിക്കാം. അപ്പൊ ഈ പറഞ്ഞതിനകത്ത് എനിക്കൊരു വിയോജിപ്പും ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു സംഭവത്തിനോട്. ബാക്കിയുണ്ടോ? വളരെ റയറായിട്ടെങ്ങാനും എനിക്ക് തോന്നുന്ന സമയത്ത് ഒരു പോസ്റ്റ് സ്റ്റാറ്റസ് ഇടുന്നതല്ലാണ്ട് ഞാനങ്ങനെ നമ്മളിപ്പോ എന്ത് ചെയ്യുന്നു ഇപ്പൊ അനുനിമിഷം പല ആൾക്കാരും ചെയ്യാത്ത കാര്യം കൂടി ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, താണ്ട ഞാൻ ഇതാ സിനിമ എടുത്ത് മറിക്കാൻ പോകുന്നു, അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ചുമ്മാ ഷോ കാണിക്കാം. ഓക്കെ, അഖിൽമാരാർ ഇവിടെ പറഞ്ഞ ഈ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡോക്ടർ റോബിന്റെ ആ ഒരു 2 വാച്ചിന്റെ ആ സംഭവമൊക്കെ ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്ത് നമുക്ക് വായിക്കാം. വേണമെങ്കിൽ അഖിൽമാരാറിന് പറയാൻ പുള്ളി അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നല്ല പറഞ്ഞതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ റോബിന്റെ ആ ഒരു സംഭവം ഉണ്ടായില്ല, അതായത് 2 വാച്ചിന്റെ പോസ്റ്ററൊക്കെ ഇട്ട് 1 വാച്ച് എന്റെ സമയം നോക്കാൻ, 1 വാച്ച് എന്റെ എതിരാളിയുടെ സമയം നോക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായില്ല മുന്നേ. അപ്പൊ ആ ഒരു സംഭവമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യാം. കാര്യം വെറുതെ അങ്ങനെ ഒരു സിനിമേനെ പറ്റി ഒരു പോസ്റ്റർ അടിച്ചിറക്കി പിന്നെ അതിനെപ്പറ്റി യാതൊരു വിവരമില്ലാത്ത രീതിക്കുള്ള ഒരു സംഭവം ഓർന്ന് അന്ന് അവിടെ കാണിച്ചു കൂട്ടിയത്. അന്ന് ആ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് കുറെ എന്തൊക്കെയോ അതിനെപ്പറ്റി പറഞ്ഞെങ്കിലും പിന്നെ അതിനെപ്പറ്റി ഒരു പൊടി പോലെ എങ്ങും കേൾക്കാനില്ല. അപ്പൊ അതേപോലുള്ള ഒരു സംഭവമാണ് ഇപ്പൊ അഖിൽമാരാർ പറയണം. വേണമെങ്കിൽ പുള്ളിക്ക് അതേപോലെ ഒരു സിനിമ ഇറക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അടിച്ചിറക്കാം. പക്ഷേ പുള്ളി അത് ചെയ്യാനുള്ള കാര്യം, പുള്ളി പടം ഇറക്കണമെങ്കിൽ പടമായിട്ട് വരും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതൊരു നല്ലത് തന്നെ കേട്ടോ. കാര്യം എനിക്കും അതിനോട് തന്നെ താല്പര്യം. നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചെയ്ത് കാട്ടാം. അല്ലാതെ നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ഇട്ടും സ്റ്റോറി ഇട്ടും വെറുതെ പോസ്റ്റ് ഇട്ടും
ഞാൻ ഇപ്പം ചെയ്യും. അതിന്റെ ആവശ്യം എന്തിനാണ്? നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ പല അഭിപ്രായം പറയുക. അതിന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ചെയ്യണതിന് മുമ്പ് വെറുതെ കൊട്ടി ഘോഷിച്ച് കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാണ്ടിരിക്കണേ നല്ലത്. അത് പറയാണ്ടിരിക്കുക. കാര്യം ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നെ നശിപ്പിക്കാൻ ഭയങ്കര എളുപ്പം. എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞിരുന്നാൽ മതി, പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. അതേസമയം നീ ഇങ്ങനെ ഡയലോഗ് അടിച്ചുണ്ടാക്കാതെ ഇയാൾ എന്തെങ്കിലും ഉണ്ടാക്കണേ എന്ന് പറഞ്ഞ് കളിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് കാണിച്ചേട്ടാ. അത് ശരിക്കും കറക്റ്റ് ഒരു കാര്യം കേട്ടോ പുള്ളി പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മളെ ഒരാളെന്നല്ല, നമ്മളെ എല്ലാരും ഇപ്പൊ പൊക്കി പറഞ്ഞിരിക്കണേ, നീ അടിപൊളിയാടാ, നീ സൂപ്പറാടാ എന്നൊക്കെ ഇങ്ങനെ എല്ലാരും എപ്പോഴും ഇങ്ങനെ പറഞ്ഞിരിക്കണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കംഫർട്ട് സോണിനകത്താവും. അപ്പൊ നമുക്കൊരു ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സാധ്യത അവിടെ കുറഞ്ഞിരിക്കണേന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പൊ എല്ലാരും നമ്മളെ ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞിരിക്കണേ, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂലടാ, നിന്നെ കൊണ്ട് ഇപ്പൊ മറ്റേ ഒരു പുള്ളിക്കാരി പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ല, നിന്നെ കണ്ടായാലും തുപ്പും എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ല. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു മോട്ടിവേഷൻ, ഞാൻ എൻ്റെ കാര്യം പറയാം, എനിക്ക് ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കയറാറുണ്ട്. കാര്യം നമ്മളെ ഒരാൾ പറ്റൂല എന്ന് നമ്മുടെ അടുത്തൊരു കാര്യം പറയുമ്പോഴത്തേക്കും നമുക്കത് ചെയ്ത് കാട്ടാനായിട്ടുള്ള ഒരു സാധനം നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് എൻ്റെ ഉള്ളിലുണ്ടെന്ന് തന്നെ പറയാം. പലർക്കും ഇപ്പം ഇതേപോലെയുള്ള നെഗറ്റീവുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പലരും തളർന്നു പോയിരിക്കും. അത് അവരുടെ സൈഡ്. കാര്യം എല്ലാവരും ഒരേപോലെ അല്ലല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണെങ്കിൽ എനിക്ക് ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്കൊരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കയറാറുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ അഖിൽമാരാർ പറയുന്നത്. പുള്ളിക്കും അതേപോലെ തന്നെ ഇതേപോലുള്ള അതായത് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതൊരു നല്ലൊരു ഒരു ക്വാളിറ്റി തന്നെയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേർ തമ്മിൽ ഇപ്പം നമ്മൾ ഈ പൊളിറ്റിക്കലി കറക്റ്റ് ഇപ്പൊ ഒരാളെ ഇപ്പം ഞാൻ എന്റെ സുഹൃത്ത് വണ്ണം വെച്ചിട്ട് സുഹൃത്തിനെ ഞാൻ അവനെ തടിയാന്ന് വിളിക്കുന്നു, അവൻ എന്നെ എലുമ്പാന്ന് വിളിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിലും ആ വിളികൾക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുന്നവൻ എന്താണ് പ്രശ്നം? ഈ തേർഡ് പാർട്ടിക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ ആ പരസ്പരം കളിയാക്കാൻ വേണ്ടി വിളിക്കുന്നത് ആണെന്ന് വെച്ചോ, ഞങ്ങൾ അങ്ങോട്ടും കൊണ്ടും കളിയാക്കാൻ വേണ്ടി തന്നെ വിളിക്കുന്നത്. നിനക്ക് എന്താ വേണം? ഞാൻ നിന്നെ വിളിച്ചാൽ നിനക്ക് എതിർക്കാം. ഞാൻ ഒരു പൊതുസമൂഹത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയാണ്, കേരളത്തിൽ വണ്ണം വെച്ചിരിക്കുന്നവരെല്ലാം ചാട്ട വെട്ടി അടിക്കണം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ എതിർത്തോ? ഞാനൊരിക്കലും ഒരു പബ്ലിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ കൊടുക്കുന്നത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ എനിക്ക് തടിയാന്നാ വിളിക്കുന്നത്, ഞാൻ തടിയാന്ന് വിളിക്കും. അപ്പൊ വെളുത്തിരിക്കുന്ന ആൾക്കാരെ വെള്ളപ്പാറ്റി എന്നൊക്കെ വിളിച്ച് കളിയാക്കും. വെള്ളാച്ചി എന്ന് വിളിച്ച് ഞങ്ങളെ സ്കൂൾ കുട്ടിക്കാലത്തൊക്കെ നല്ല വെളുത്തിരിക്കുന്നവരെ വെള്ളാച്ചി വെള്ളപ്പാറ്റ എന്നൊക്കെ വിളിച്ചിട്ട് ഞങ്ങളെ സുഹൃത്തുക്കൾ കളിയാക്കാറുണ്ട്. അതും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ? അപ്പൊ കറുത്തിരിക്കുന്നവരെ മാത്രമല്ല വിളിക്കുന്നത്, വെളുത്തിരിക്കുന്നവരെ വിളിക്കും. ഇതൊക്കെ ആ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും നമ്മൾ അങ്ങനെ എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചൊരു കാലഘട്ടത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോഴത്തേക്ക് പൊളിറ്റിക്കൽ കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ നെഞ്ചത്ത് കയറാൻ തുടങ്ങി. സിനിമയുടെ എഴുതുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിൽ എല്ലാം ശരിയായി ജീവിച്ച് മരിക്കും ഒരു മനുഷ്യനും ഇല്ല, ദൈവത്തിന് പോലും അങ്ങനെ പറ്റുന്നില്ല. പുള്ളി ഈ പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് നമുക്ക് തോന്നൂല. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണ് പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ എന്നായിരിക്കും നമുക്ക് എല്ലാവർക്കും തോന്നാം. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ നമ്മൾ അതിനകത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കണമെങ്കിൽ പുള്ളി പറയുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ നമ്മളിപ്പോൾ ബോഡി ഷെയിം ചെയ്യണ രീതിക്കും പല രീതിക്കുള്ള കമൻറ്റുകളൊക്കെ നമ്മൾ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും. അപ്പം എനിക്കോ അത് കേൾക്കുന്ന അവനോ പ്രശ്നം അതിനകത്ത് ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിനകത്ത് പ്രശ്നം എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരനോട് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നില്ല. പക്ഷേ ഇതിന്റെ ഒരു വിഷയം എവിടെയാണ് ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലോ അതേപോലെ നമ്മളിപ്പോ ആ ഒരു കൂട്ടുകാരനായിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിനകത്തൊക്കെ ഇരിക്കണയാണെങ്കിൽ നമുക്ക് അപ്പം ഇത് പറയണോണ്ട് വലിയ വിഷയമില്ല. കാര്യം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളും അതേപോലെ ഇത് കേൾക്കുന്ന ആളും മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരും കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു കോൺവെർസേഷൻ അത് അവിടെ തീരും. അതല്ലെങ്കിൽ നമ്മൾ തമ്മിൽ പറഞ്ഞു തീർക്കും ആ ഒരു വിഷയം. അത് ഇപ്പൊ കേൾക്കുന്ന ആർക്കും വിഷയമില്ലെങ്കിൽ അതിൽ വലിയ വിഷയമൊന്നുമില്ല. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അങ്ങനെ ഒരു സംഭവം പറയണോണ്ട്. പക്ഷേ വിഷയം എവിടെയാണ് ഇരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പബ്ലിക് ആയിട്ടൊരു പ്ലാറ്റ്ഫോമിനകത്ത് വന്ന് നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ വിളിക്കണേണ് എടാ തടിയാ എടാ മറ്റതേ എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി ഷെയിം ചെയ്യുന്ന രീതിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള രീതിക്കൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനം നിങ്ങൾ കൊടുക്കണേണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു പ്രചോദനം കൊടുക്കണേണ്. കാര്യം ഇപ്പോൾ ഒരാളത് കാണുമ്പോഴത്തേക്കും അയാൾ നോക്കുമ്പോഴത്തേക്ക് അഖിൽമാരാർ അങ്ങനെ വിളിച്ചല്ലോ, എന്നാൽ എനിക്ക് എന്തുകൊണ്ട് വിളിച്ചുകൂടാ എന്ന് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ ഈ പറയണതിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ട് അങ്ങനെ വിളിക്കാൻ പോണവരും ഉണ്ടാവാം. കാര്യം നമ്മൾക്ക് പറയാൻ പറ്റൂല ഇങ്ങനത്തെ ആൾക്കാരേക്ക് നമ്മുടെ ഈ വീഡിയോ കാണുന്നതെന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ ഒരു സാധനം പബ്ലിക്കായിട്ട് പറയുമ്പോഴാണ് അതിനകത്ത് വിഷയം കിടക്കണം. അല്ലാണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്തും പറയാം. കാര്യം പ്രൈവറ്റ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ആരും അങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റോ അങ്ങനത്തെ മനുഷ്യന്മാരോ ഒന്നുമല്ല. നമ്മളെല്ലാവരും അതായത് നമ്മൾ പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു സൈഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എന്നും പറഞ്ഞിട്ട് നമ്മൾ പബ്ലിക് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിനകത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ പാലിക്കേണ്ട കുറേ മര്യാദകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ആവാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അഖിൽമാരാർ ഈ പറഞ്ഞതിനോട് അതുകൊണ്ട് ഞാൻ യോജിക്കാനുള്ള ബാക്കിയുണ്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അത്യാവശ്യം ജീവിക്കുന്നു.
പക്ഷെ ഇത് മാറിയിട്ട് വളരെ മോശം സാഹചര്യത്തിലൂടെ പോയാൽ ഹാപ്പി ആയിരിക്കണം. ഇപ്പൊ പറയുന്നതെല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നേരെ പോവാ 10,000 രൂപയുടെ ഫ്രൂട്ട്സ് ആയിരിക്കും ചിലപ്പോൾ ലുലുമാളി പോയി വാങ്ങുന്നത്. 10 രൂപയുടെ ഫ്രൂട്ട്സ് വാങ്ങാനില്ലാത്തൊരു കാലം വന്നാലും ഹാപ്പി ആയിരിക്കണം. ഹാപ്പി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ മറ്റേതിനോട് കിട്ടിയത് കിട്ടിയെന്നുള്ള, അല്ലാതെ ഇത് എല്ലാ കാലവും കിട്ടുമെന്ന് ചിന്തിക്കരുത്. ഞാൻ എപ്പോഴും അങ്ങനെ ജീവിക്കുന്നു. അതൊരു നല്ല ക്വാളിറ്റി ആണ്. കാര്യം ഇപ്പൊ നമ്മളെല്ലാവർക്കും നമുക്ക് ഉള്ളത് വെച്ചിട്ട് സന്തോഷിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഭവമാണ്. കാര്യം എല്ലാവരും ഇങ്ങനെ നമുക്ക് ഇനിയും വേണം, കൂടുതൽ ഇപ്പൊ പൈസ തന്നെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യത്തിന് പൈസ ഉണ്ടെങ്കിലും നമുക്ക് ഇനിയും വേണം എന്നുള്ളൊരു ആക്രാന്തം നമ്മുടെ എല്ലാവരും ഉള്ളിൽ അത് മനുഷ്യ സഹജമാണ്. കാര്യം എന്ത് കിട്ടിയാലും കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് പോരാ, ഇനിയും എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട്. ആ ഒരു സംഭവത്തിന് എതിരായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ അഖിൽമാരാർ പറയുന്നത്. കാര്യം നമുക്ക് ഉള്ളത് വെച്ചിട്ട് സന്തോഷിക്കാൻ പഠിക്കാം. അങ്ങനത്തെ ഒരു കാര്യമാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാര്യം ഈ ഗ്രേറ്റ്ഫുൾ ആവാന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഞാനും പലപ്പോഴും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എത്രത്തോളം സക്സസ് ആവാറുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ശ്രമിക്കണ ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഈ അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു സംഭവം. ഇപ്പം നമ്മുടെ ഇപ്പം മതപരമായ കാര്യങ്ങളായിക്കോട്ടെ, ക്ഷേത്രപരമായ കാര്യങ്ങൾ, ഇതിനെല്ലാം വളരെ യുക്തിഭദ്രമായിട്ട് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ തന്നെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെഴുതി വെച്ച കഥകളാണെന്നും ഇതൊക്കെ നമ്മൾ, അതായത് ഇപ്പം മനുഷ്യന് ആരും മാനസികമായിട്ടൊരു കരുത്തില്ലാതെ വരുമ്പോഴോ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുമ്പോഴോ ഒരു ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കും, നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം. അല്ലെന്നുണ്ടെങ്കിൽ ആരോ നമ്മളെ എവിടെ നിന്നോ സഹായിക്കാനുണ്ടെന്നുള്ളൊരു ധൈര്യം. ഇതാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് തന്നെയാണ് എൻ്റെ എല്ലാ ഈശ്വര വിശ്വാസത്തിലും എനിക്ക് എല്ലായ്പ്പോഴും ഉള്ളത്. പുള്ളി ഈ പറഞ്ഞ ഈ സാധനത്തിനോട് ഞാൻ 100% യോജിക്കുന്ന ഒരു സംഭവമാണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞത്. കാര്യം ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ദൈവത്തിനകത്ത് അങ്ങനെ വിശ്വാസം, അല്ലാതെ ഒരു ദൈവത്തിനകത്ത് എനിക്ക് വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നാലും ഇപ്പൊ നമുക്ക് ഏത് മനുഷ്യരാണെങ്കിലും ഇപ്പൊ ദൈവവിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇങ്ങനെയാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഡൗൺ ആയിട്ടിരിക്കണാണ് നമ്മൾ, അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ദൈവത്തിനെ വിളിക്കുമ്പോഴോ അങ്ങനെ നമുക്കപ്പോ അതിനകത്തുനിന്ന് ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു പവറോ, നമുക്ക് അപ്പോൾ ഒരു എനർജിയോ അങ്ങനെ വല്ലൊരു സംഭവമൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഡൗൺ ആവുമ്പോൾ നമുക്ക് നമ്മളെ ആ ഇതിനൊന്ന് മൂഡിനൊന്ന് അപ്പാക്കി എടുക്കാനൊക്കെ ഈ ദൈവം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വിശ്വസിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു തെറ്റുമില്ല. നമ്മൾ എന്തും ഈ അമൃതാണെങ്കിലും അധികമാവുമ്പോഴാണ് അതിന് വിഷം എന്നാണ് പറയുന്നത്, ഈ അമൃതാണെങ്കിലും. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് എല്ലാവരും അങ്ങനെ ഒരു രീതിക്ക് ദൈവത്തിനെയൊക്കെ വിശ്വസിക്കണമെന്നാണ് ഞാനും പറയണത്. അതായത് നമ്മൾ ഇതൊന്ന് എക്സ്ട്രീമായിട്ട് തലയിലേക്ക് എടുത്ത് വെറുതെ ബാക്കിയുള്ളവരെയും കൂടെ, അതായത് ഈ മതത്തിന്റെ പേരിലൊക്കെ വേർതിരിച്ച് കാണലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഈ ദൈവം എന്ന് പറയുമ്പോഴേക്കും അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു രീതിക്കൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ദൈവം എന്ന് പറയുന്ന സംഭവമൊക്കെ ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. ആ ഒരു സൈഡിനകത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലാണ്ട് വേറൊരു സൈഡിനകത്ത് നോക്കുമ്പോഴത്തേക്കും ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാപവും അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സൈഡ് വെച്ചിട്ട് ദൈവത്തിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നല്ലൊരു പരിപാടി തന്നെയാണ്. ഈ ദൈവവിശ്വാസവും അതൊക്കെ നല്ലത് തന്നെയാണ്. ഞാൻ അതിനകത്ത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് വിശ്വസിച്ചു കൂടാ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവർ വിശ്വസിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ അഖിൽമാരാർ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കണം തന്നെ. അപ്പൊ എനിക്ക് ഈ പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് നല്ലൊരു ഇന്റർവ്യൂ ആയിട്ട് തോന്നിയിട്ട്, അപ്പൊ നിങ്ങൾ എല്ലാവരും മാക്സിമം ഒന്ന് കണ്ടുപോകാൻ നോക്കാം. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിള്ളേർക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.